ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് മലമ്പുഴയ്ക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടുതലും ഫ്രണ്ട്സ് ആയിട്ട് കവയ്ക്കാണ് കേട്ടോ പോവാറ്. കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ മലമ്പുഴ ഡാമിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്റെ ഓർമ്മ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഇവിടെ മലമ്പുഴയിൽ ഫ്ലവർ ഷോ കാണാൻ വരുന്നത്. എന്റെ വീട് ഇതിന്റെ അടുത്താണ്, എന്നിട്ടും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടേക്ക് ഫ്ലവർ ഷോ കാണാൻ വരുന്നത്. ഞങ്ങളൊരു 3:30 കേട്ടോ ഇവിടെ എത്തിയത്. അപ്പൊ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് ജനുവരി 28 വരെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 27-നാണ് പോയത്. ഈ പൂക്കളുടെ ഇടയിൽ നിൽക്കുന്ന മാനേയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നിറയെ കൊടകളുടെ ഇടയിൽ നിന്ന് വാട്ടർ സ്പ്രേ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി. പോയി നിന്ന് കുറച്ച് കഴിഞ്ഞ് വാട്ടർ സ്പ്രേ ചെയ്ത് നിർത്തിയിട്ടോ. പിന്നെ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റും ചെണ്ടുമല്ലി, ജവന്തി പോലത്തെ പൂക്കളൊക്കെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഏറ്റവും ഭംഗി തോന്നിയത് ഈ ബുദ്ധന് ചുറ്റും നല്ല ഭംഗിയുള്ള പൂക്കൾ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഫുൾ ചെടികൾ വിൽക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഫ്രീ ആയിട്ടല്ല, കാശ് കൊടുക്കണം കേട്ടോ. ഡിഫറെന്റ് പ്ലേസിൽ നിന്ന് കൊണ്ടുവന്ന വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇത് കാണാൻ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ സ്റ്റുഡൻസിനെ കണ്ടു, വേറെയും യൂണിഫോം ഇട്ടിട്ടൊക്കെ കുട്ടികളെ കണ്ടു കേട്ടോ. പിന്നെ ഇവരുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചിലവർ ഡെലിവറി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പോയി വാങ്ങിയിരിക്കും. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഒരുപാട് ചെടികൾ ഇഷ്ടമായി, കാരണം വെറൈറ്റി ആയിട്ട് ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ചെടികളൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ എനിക്കതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഞങ്ങൾ ചെടികളൊന്നും വാങ്ങിച്ചിട്ടില്ല, ബട്ട് എന്തായാലും വാങ്ങിക്കും. അപ്പൊ ഞാനത് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ റോപ്പ് വേ പോണത് കണ്ടു. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് എന്തായാലും പോകണമെന്നുണ്ട്. പോകുമ്പോൾ എന്തായാലും ഒരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. കാണാൻ റോസ് പോലെ ഉണ്ടെങ്കിലും മുള്ളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് റോസ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇത് കണ്ടോ, എന്ത് രസമല്ല കാണാൻ. ചുറ്റും വെള്ളമായിട്ട് നമ്മുടെ മേലും വെള്ളമൊക്കെ തെറിക്കണ്ടായിരുന്നു കേട്ടോ. ഇത് ജാപ്പനീസ് ലേഡിയുടെ സ്റ്റാറ്റു ആണ്. പിന്നെ അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആമ്പൽക്കുളം ഉള്ളത്. ആമ്പലൊന്നും ഇല്ല, മീൻസ് ആമ്പൽ വിരിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ഇങ്ങനെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടി ചോട്ടിയിട്ടാണ് അപ്പുറത്ത് പോകാൻ. അല്ലാതെ വേറെയും വഴിയുണ്ട്, പക്ഷെ ഈ വഴി കൂടി വന്ന് നോക്കാന്ന് വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ ഈ വഴി കൂടി ഇങ്ങനെ വന്ന് നോക്കിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഇവിടുത്തെ ഈ ബോട്ടിംഗ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ബോട്ടിൽ കയറിയിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്. എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് ഈ മരത്തിൽ നിന്ന് വീണ പോവാണ് കേട്ടോ. അപ്പൊ ഞാനിതങ്ങ് എടുത്തു. ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ വിചാരിച്ചു, പക്ഷെ നല്ല തിരക്കുള്ളത് കാരണം ഒന്നും വാങ്ങിച്ചില്ല. ഇത് കണ്ടോ, ഇവിടെ 2 പാമ്പിനെ കണ്ടു കേട്ടോ, 2 സൈഡിലായിട്ട്. പിന്നെ ഈ വെള്ളത്തിൽ വേസ്റ്റ് ഒക്കെ ഉള്ളത് കണ്ടു കേട്ടോ. ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അത് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് ഇടാം. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം, എല്ലാവരും പോയി കാണണേ. പിന്നെ ഇവിടെ ഗാനമേള ഉണ്ടായിരുന്നു. തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ തുടങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് കാണാൻ നിന്നില്ല, ഞങ്ങൾ ഡാമിന്റെ മുകളിലേക്കാണ് കേട്ടോ പോയത്. കുറെ ആയി ഡാമിലേക്ക് വന്നിട്ട്. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂസ് ഒക്കെ അടിപൊളിയാണ്. മലമ്പുഴ ഗാർഡൻ ഫുൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് വരുന്നവർ എന്തായാലും ഇവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോകണം കേട്ടോ, കാരണം ഡാമിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഈ വ്യൂ അടിപൊളിയാണ്. പിന്നെ നമുക്ക് സെൽഫി, ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ. സോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് കേട്ടോ ഇത്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ലെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജ് കൈൻഡ് ഓഫ് സംഭവം കേട്ടോ ഇത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ കുറെ നേരം നിന്നില്ല, വേഗം വന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഡാമിന്റെ മുകളിലൂടെ എത്ര ദൂരം വരുന്നത്. അപ്പൊ അതിന് താഴെ നോക്കിയാൽ നമുക്ക് നല്ല കാട് കാണാം. കഴിഞ്ഞ ആഴ്ച ആ സ്ഥലത്ത് ആ യെല്ലോ ലൈൻ കാണുന്ന ആ ഭാഗത്തായിട്ട് 30 കാട്ടാനക്കൂട്ടങ്ങൾ വന്നു എന്നാണ് കേട്ടോ കേട്ടത്. ഭാഗ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇറങ്ങുന്ന സ്റ്റെപ്പിലൂടെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതും എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതുവഴി വരുന്ന ടൈമിൽ കുറെ ആനപ്പിണ്ടങ്ങൾ കണ്ടു കേട്ടോ. കുറച്ച് പഴയതായിരുന്നു, അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ആനകൾ അവിടെ ഉണ്ട് വരുന്നുണ്ടെങ്കിൽ അവരത് മുൻകൂട്ടി പറയും കേട്ടോ. അവിടെ അത് ക്ലോസ് ചെയ്യും. പിന്നെ ഈ ബ്രിഡ്ജിൽ 50 പേർക്ക് കയറാൻ പാടുള്ളൂ. പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടാണ് അവിടെ കയറിയത്. അവിടെ പോലീസുകാരുണ്ട് അത് നോക്കാനൊക്കെ. എന്നാലും ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ കയറാതിരിക്കുക കേട്ടോ. ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ ഇവർ ലൈറ്റ് ഇട്ടു കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ. വീൽ ചെയറിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കൂടി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. ലൈറ്റ് ഇട്ട മത്സ്യകനികയാണോ ലൈറ്റ് ഇടാത്തതാണോ ഭംഗി, നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒരു 6:45, 7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് തിരക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലവർ ഷോ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബൈ ഗൈസ്, ടാറ്റാ.